മനുഷ്യന്മാരെ എങ്ങനെ നിലനിർത്തിയാലും 70 കൊല്ലമേ നിലനിർത്താൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തു നിങ്ങളെ നിലനിർത്തുമ്പോൾ നിത്യത വരെ നിലനിർത്തണം. ഇവിടെ 2 ഡോക്ടർമാർ ഷാലോമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങിന്. അവർക്ക് മക്കളില്ല. അപ്പോൾ ഞാൻ പറയും ഇത് നിങ്ങൾ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. ദൈവികമായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃപ ആർജിക്കുന്ന കാലം വരെ ഇത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് മക്കളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൃത്രിമ മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കത്തില്ലെന്ന് പറയും. എന്താ കാര്യം? അവിടെ മനസ്സിരിക്കണത് എന്താണ്? നിത്യതയാണ്. അവർ 2 ഡോക്ടർമാരല്ലേ, അവർക്ക് എന്തെങ്കിലും കൃത്രിമമായ മാർഗ്ഗങ്ങളെല്ലാം അറിയാൻ പാടില്ലേ? അപ്പോൾ അതെന്താ അവർ ഉപയോഗിക്കാത്തത്? അവർക്ക് ബോധ്യമുണ്ട് അവർ ക്രിസ്തുവിൻ്റെ കൂടെ നിത്യമായിട്ട് ജീവിക്കേണ്ടവരാണെന്ന്. ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചാലും കുഴപ്പമില്ല, 2 പിള്ളേരുണ്ടായാൽ മതി എന്ന് നടക്കണവരല്ലേ. അതേക്കാൾ നല്ല കാട്ടാവറക്കാട് ജീവിക്കണമായിരുന്നു. അവർക്ക് അതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. 2 പിള്ളേരുണ്ടായാൽ പോരെ. പിള്ളേരുണ്ടാകണ ഒരു വലിയ ആനക്കാര്യമൊന്നുമല്ല. അതിവിടെ എല്ലാവർക്കും പിള്ളേരുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം പിള്ളേരുണ്ട്. നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ വളർത്തണം. അതിനുവേണ്ടി വളർത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം ക്രമീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ സ്വയം സമർപ്പിതരാകണം.